ഈ ചെക്കന്മാരി വെള്ളം നിൽക്കുന്നില്ലേ അതുപോലെ പച്ചപ്പുല്ല് നിൽക്കേക്കാര അതിൽ വണ്ടിയിട്ട് ഇങ്ങനെ കറക്കും. ഇത് കണ്ട അതിന്റെ വീഡിയോ ഉണ്ട്, കവ വീഡിയോ അടിച്ചു നോക്കുന്നുണ്ട്, നല്ല രസമാണ്. ഹലോ, ഫൈനലി വ്ളോഗറിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അൽഫാസപ്പുറത്തിന്റെ ഡ്രൈവറായിട്ട് ബാക്കില് ഷാക്കിർ ഉണ്ട്, ജിത്തുണ്ട്, ഇപ്പുറത്തൊരു മണുണാഞ്ചുണ്ട്, റബി. അവനെ കാണുന്നില്ല, കണ്ണട മാത്രമേ കാണുള്ളൂ കേട്ടോ. റബി കുറച്ച് മുമ്പ് ഞാനൊന്ന് കണ്ടോട്ടെ. ആ വിളിച്ചിട്ടുണ്ട്. നമ്മളെ കവയ്ക്ക് ഇറങ്ങിയതാണ് കേട്ടോ വൈകുന്നേരം. സംഭവം ലൈറ്റ് ഒക്കെ പോയി, അപ്പൊ വീഡിയോ അത്ര ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഈ സമയത്തുള്ള ഒരു കാഴ്ച എന്താണല്ലോ നമുക്ക് ഈ വീഡിയോ കൂടെ കാണാം കേട്ടോ. അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കവയ്ക്കുള്ള വഴിയാണ് കേട്ടോ അത്. കവയ്ക്ക് നമ്മുടെ മലമ്പുഴ ഡാമിന്റെ അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു റോഡ് ഉണ്ട് കേട്ടോ. മുകൾക്ക് നമ്മളെ മലമ്പുഴന്റെ അവിടെ നിന്ന് റോപ്പ് വേ ഒക്കെ കയറൂലേ, അങ്ങോട്ടുള്ള റൂട്ടിൽ നേരെ ഇങ്ങനെ പോന്നു കഴിഞ്ഞാല് നല്ല അടിപൊളി ഒരു സ്ഥലം ഉണ്ട് കേട്ടോ. ഡാമിന്റെ ബാക്ക് സൈഡ് ആണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. ഡാമിന്റെ റിസർവയർ എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമാണ്. ഇഷ്ടംപോലെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിവിടെ നമുക്ക് വരുമ്പോ സമയത്ത് വേണമെങ്കിൽ നിർത്താം. നമുക്കിപ്പോ എന്തായാലും കവയ്ക്ക് ഈ സമയം ആയതുകൊണ്ട് അവിടേക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പൊ നിലവിൽ നമുക്ക് നേരെ അങ്ങോട്ട് വിട്ടു നോക്കാം. ഞാൻ മുമ്പ് ഇവിടേക്കൊക്കെ സൈക്കിളായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഒരു വീഡിയോ നമുക്കിനി ചെയ്യാം. സൈക്കിളായിട്ട് വരുന്ന അടിപൊളി സ്ഥലമാണ്. നമുക്ക് എന്തായാലും നേരെ കവ വിടാം. പോണ വഴി ഒരു രക്ഷയില്ല കേട്ടോ. നല്ല കിടിലൻ പ്ലേസ് ആണ്. ചുറ്റുഭാഗം മരം, അതുപോലെ തന്നെ രാത്രി ആയതുകൊണ്ട് വൈകുന്നേരം ആയതുകൊണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി കിടിലൻ വ്യൂ ആണ്. അതുപോലെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇതിന്റെ ബാക്ക് സൈഡിൽ കണ്ടോ ഈ ഒരു മലകൾ കണ്ടോ. ഇവിടെ നമ്മളെ വെസ്റ്റേൺ ഗാർഡ്സ് ആണ് കേട്ടോ. മലമ്പുഴ ഏരിയയിൽ ഫുള്ള് നമുക്ക് അടിപൊളിയായിട്ട് ഇതിനെ വെസ്റ്റേൺ ഗാർഡ്സിന്റെ കാഴ്ച കാണാൻ പറ്റും. അതിൽ ഇങ്ങനെ മേഘം നിന്നിട്ട് ഈ ഒരു ലൈറ്റിങ്ങും എല്ലാം കൂടെ ആകുമ്പോ നല്ല നൈസായിട്ടുള്ള ഒരു വൈബ് ഉണ്ട്. അപ്പൊ നമ്മൾ ഏകദേശം കവ എത്തിന്ന് തന്നെ പറയാം കേട്ടോ. എനിക്ക് ഇറങ്ങണ വഴിയാണിത്. ഇവിടെ അത്യാവശ്യം നല്ല വെള്ളമുള്ള സമയത്തൊക്കെ ഇവിടെ വെള്ളം ഉണ്ടാവും കേട്ടോ. ഫുള്ളായിട്ട് നമുക്ക് ഇങ്ങോട്ടൊന്നും ഇറങ്ങാൻ കഴിയില്ല. ഇതിലൊക്കെ വെള്ളം ഒലിക്കുന്ന സമയമാണ്. പുറത്ത് കണ്ടോ നല്ല അടിപൊളിയൊരു മല ഉണ്ട്. കാണുന്നുണ്ടോന്ന് അറിയില്ല. രാത്രി ആയതുകൊണ്ട് വെളിച്ചം കുറച്ച് കുറവാണ്. നല്ല അടിപൊളി ഒരു വലിയ മല ഉണ്ട് കേട്ടോ. നമ്മളെ വണ്ടീന്റെ വെളിച്ചത്തിലാണ് നമ്മള് മുമ്പുള്ള കാഴ്ച തന്നെ നമുക്ക് കിട്ടുന്നത്. ആരുമില്ല കേട്ടോ. കൊറേ പശുക്കളും അവിടെ കാണുന്നുണ്ട്. പശുക്കളും പശുക്കുട്ടികളൊക്കെ കാണുന്നുണ്ട്. ഇതുണ്ടോ, കാണുന്നുണ്ടോന്ന് അറിയില്ല കേട്ടോ. വെളിച്ചക്കുറവുണ്ട്. പുറത്തതാ വെളിച്ചമുള്ളടുത്ത് ഇങ്ങനെ കൂട്ടായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഉടമക്കാരുണ്ടോന്നുള്ളത് പഠിച്ചാനറിയാം. നമുക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. വണ്ടികളൊന്നും കാണാനില്ല. നമ്മളെന്തായാലും ഇറങ്ങി നോക്കുന്നുണ്ട്.
ഇത് കണ്ടോ ഇവിടെ ഉണ്ട് കേട്ടോ പശുക്കള് നിരന്ന് കിടക്കല്ലേ സ്ഥലം, ഒഴിഞ്ഞ് കിടക്കാണ്. ആ വണ്ടികൾ വരുന്നുണ്ട് കേട്ടോ, ഓപ്പോസിറ്റ് സൈഡിൽ നിന്നൊക്കെ വണ്ടികൾ വരുന്നുണ്ട്. വണ്ടികൾ ഇറക്കിയ നമ്മൾ വരുന്ന വഴിയിൽ ഈ രാത്രി ആകുമ്പോഴേ എല്ലാ വണ്ടികളും ഇങ്ങനെ ലൈറ്റ് ഇട്ട് കാണുന്നതും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇഷ്ടംപോലെ പശുക്കളുണ്ടല്ലോ. ഇവിടെ എന്തോ ഒരു കച്ചവടക്കാരനൊക്കെ ഉണ്ട് കേട്ടോ. ലൈറ്റിങ് ഒരു രക്ഷയില്ല. ലൈറ്റ് കാണാൻ ഭയങ്കര രസമാണ്. വേറെ ഒന്നും നമുക്ക് കാണുന്നില്ല. എന്തായാലും നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. സംഭവത്തിലേ നമ്മള് ലേറ്റ് ആയി പോയിട്ടോ. ലൈറ്റ് കാണാൻ കുറച്ചൊന്നുമല്ല, അത്യാവശ്യം നല്ല രീതിയിൽ ലേറ്റ് ആയി പോയിട്ടോ. ഒന്നും കാണാനില്ല. അപ്പൊ ഈ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല. ഈ കാണൊക്കെ വെള്ളമാണ് കേട്ടോ. അത് ഫുള്ള് വെള്ളമാണ്. അപ്പുറത്ത് ഞാൻ നേരത്തെ വണ്ടിന്ന് പറഞ്ഞില്ല, നല്ല വലിയൊരു മല ഉണ്ടെന്നുള്ളത്. ഇതാണ് കേട്ടോ ആ മല. അപ്പൊ എന്തായാലും രാത്രി കവന്റെ കാഴ്ചകൾ ആരും കണ്ടില്ലെന്ന് പറയണ്ട. ഇതാണ് രാത്രി കവന്റെ കാഴ്ച. ഇതുണ്ടോ ഈ കാണൊക്കെ മലയാണ് കേട്ടോ. ഇവിടെ ഇത് കണ്ടോ, ഇതിങ്ങനെ നമ്മളെ ആകാശത്തിന്റെ ആ ഒരു ഇപ്പുറത്തേക്ക് ഈ കാണൊക്കെ മേഘമാണ് കേട്ടോ, കാർമേഘങ്ങളാണ്. ഈ കാണുന്ന ആകാശത്തിന്റെ വെളിച്ചമാണ്. അതിന്റെ ബാക്കിൽ കാണുന്ന ആ ഒരു ലൈൻ ഉണ്ടല്ലോ, ഇങ്ങനെ 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 പോയിട്ടുള്ള അത് ഫുള്ള് മലകളാണ് കേട്ടോ. വെസ്റ്റേൺ ഗാർഡ്സ് ആണ്, ചുറ്റുപുറം മലകളാണ്. അപ്പം നമുക്കിതിന്റെ ഒരു പകൽ കാഴ്ച നമുക്ക് അവിടുത്തെ അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിൽ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്, ഒരു രക്ഷയില്ല. എന്താ പറയാ, ഇഷ്ടംപോലെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്ന ഏരിയയാണ്. എന്താണ് ഞാൻ പറഞ്ഞ ആ കച്ചവട കേട്ടോ, ഒരു ആപ്പവണ്ടിയാണ്. ഇതിൽ എന്തൊക്കെയോ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു സംഭവം നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ഇതിൽ ഫൈനലി ഇവിടെയുള്ള കച്ചവടക്കാരനും പോയിട്ടോ. പുള്ളിക്കാരനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നുമില്ല ഗൈസ്, ഇനി കുറച്ച് ആളുകളും കൂടെ ഇങ്ങനെ വണ്ടിയിട്ട് ഇവിടെ ഒക്കെ ഉണ്ട്. നല്ല കാറ്റുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും കുറച്ചു നേരം ഇങ്ങനെ കാറ്റും കൊണ്ട് ബബീന്റെ പാട്ടും കെട്ടിയിരിക്കാം. ഒന്നുമില്ല കേട്ടോ, ഒരു ഐസ് നമ്മള് ഇത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു നായുണ്ട്. നായ അങ്ങോട്ടൊന്ന് പാട്ടോ. പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കുടയും എടുത്ത് ഒരു നാട് നടന്നൊരു കോടി നടന്നൊരു പെണ്ണെ, കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കർമ്മശിക്കൊണ്ട് വരച്ച് പവടയിട്ട് ആ തോട്ടോരത്തുള്ളൊരു കൈതോലക്കൂട്ടത്തിൽ ഓരത്തിരിക്കണ ഒരാൽമരത്തിൽ കൂട്ടിനെ നടത്തുന്ന ദേവിക്ക് ചാത്തുവൻ പൂവുകൾ കൊണ്ടുപോയോ പെണ്ണെ, പൂവുകൾ കൊണ്ടുപോയോ. ആ പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കുടയും എടുത്ത് ഒരു നാട് നടന്നൊരു നാട് അന്ന് ഓടി നടന്നൊരു പെണ്ണെ. അക്കാണും മാമലയൊന്നും നമ്മുടതല്ലൻ മകനെ, ഇക്കായൽ ഒരു മുമ്പുഴയും ആരുടെയുമല്ലൻ മകനെ. മുറുപുലികൾ, പക്കി പരുന്തുകൾ, കടലാനകൾ, കാട്ടുരുവങ്ങൾ. വേറെ പാട്ടറിയാ. ആ അതൊക്കറിയാ, ആ പാട്ടറിയാ. എന്താണ് ആ പാട്ടിന് ഫസ്റ്റ്? പാലോം 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 നല്ല നടപ്പാലോം, അപ്പന്റെ കയ്യോം പിടിച്ച് നടക്കണ നേരം
ആയോരു പാലത്തിന്റെ തൂണി ചെന്നും പൊന്നോ എന്നോരോ വിളിയും കേട്ട് പൊന്നോ എന്നോരോ വിളിയും കേട്ട് എന്താണപ്പാ ഒരു വിളിയും കേട്ട് നിന്നമ്മ വിളിക്കേണൊച്ച പോലെ എന്റെ അമ്മ മണ്ണോട് മണ്ണായെന്ന് അപ്പൻ തന്നല്ലേ പറയാറുള്ളേ അപ്പൻ തന്നല്ലേ പറയാറുള്ളേ പാലോ പാലോ നല്ല നടപ്പാലം അപ്പന്റെ കയ്യോം പിടിച്ച് നടക്കണ നേരം ആയോരു പാലത്തിന്റെ കോണി ചെന്നും പൊന്നോ എന്നോരോ വിളിയും കേട്ട് പൊന്നോ എന്നോരോ വിളിയും കേട്ട് ഞാൻ കൊതിയായി രണ്ടാം നാൾ അമ്മ പറഞ്ഞ കഥ പറഞ്ഞു കരഞ്ഞു ഞാൻ ഒന്നാം നാൾ അമ്മേനെ കാണാൻ കൊതിയായി രണ്ടാം നാൾ അമ്മ പറഞ്ഞ കഥ പറഞ്ഞു കരഞ്ഞു ഞാൻ പിറ്റേനാൾ കുഞ്ഞു കിളിയെ പിടിക്കാനായി കാടൻ പൂച്ച മുരളുന്നു ഉറക്കത്തിൽ സംഭവം എന്താ വെച്ചാല് നമ്മള് വന്നപ്പോ ലൈറ്റ് ഒക്കെ പറ്റ പോയിട്ടോ ഒരു വെളിച്ചൊന്നുമില്ല ഭയങ്കര ഇരുട്ടായി പോയി എന്തായാലും നമ്മള് റബീന്റെ കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് ഇങ്ങനെ നിന്ന് നല്ല കാറ്റുണ്ട് കേട്ടോ വേറൊരു രസാണ് ഇവിടെ നമ്മളെന്തായാലും അപ്പൊ തിരിച്ചു പോവാണ് എന്താ പറയാ പോണ വഴിയിൽ വല്ല കാഴ്ചകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ കാണിച്ചു തരാം റബി എനിക്ക് എന്തെങ്കിലും പറയണ്ടോ വീഡിയോ വൈൻഡപ്പ് ചെയ്യുമ്പോ എന്റെ പാട്ടൊക്കെ അടിപൊളി ചെയ്യുന്നു എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ പ്രത്യേകിച്ച് പറയാനില്ല ഏറ്റവും നല്ല സ്ഥലമാണിത് എല്ലാരും വന്ന് കാണുക അത്രേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ പറഞ്ഞ ജിത്തോണ്ട് കേട്ടോ സംഭവം എന്ന് വെച്ചാൽ വെളിച്ചമില്ലാത്ത വെളിച്ചത്തിൽ നമ്മൾ എടുക്കണം ഷാക്കിർ എന്തെങ്കിലും പറയണ്ടോ ഫ്രണ്ടിക്ക് ഒരു പറയാനൊക്കെ ഉണ്ട് അൽഫാസിന് എന്തെങ്കിലും പറയണ്ടോ അത് നല്ലൊരു ഇതായിരുന്നു എന്തായാലും സംഭവം എന്താ വെച്ചാല് ഒന്നും കാണാനില്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല നമുക്ക് നമ്മളെ എന്താ പറയാ ഫ്രണ്ട്സുകളൊക്കെ ഒന്ന് ജസ്റ്റ് ചില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ സംസാരമൊക്കെ മാറിപ്പോണ്ട് ഫ്രണ്ട്സുകളൊപ്പം ജസ്റ്റ് ചില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ പറയാ രാത്രി ആയാലും പകലായാലും ഒക്കെ കണക്കാട്ടോ ഏത് സമയത്തും നമുക്ക് വരാം വന്ന് എന്താ പറയാ കാഴ്ചകളൊന്നും കണ്ടില്ലെങ്കിലും ജസ്റ്റ് ഇവിടുത്തെ ഒരു ഫീല് നമുക്ക് കിട്ടും കേട്ടോ നല്ല കാറ്റുണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് വന്നിരുന്ന് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് പോവാം അപ്പം എന്തായാലും ഈ കാര്യം ഇവിടെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ